പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ചിക്കൻ വ്യാപാരി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ നടത്തി വരുന്ന കടയടപ്പ് സമരം നമുക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒന്ന് ചർച്ച ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിലവിലുള്ള 5 രൂപ മാത്രം നമ്മൾ വേസ്റ്റിന് നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യം നമുക്ക് പൊതുസമൂഹത്തിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പെരുന്നാളാണ് വരുന്നത്. അത് നമ്മൾ പൊതുസമൂഹത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് അവരെക്കാൾ കൂടുതൽ 100% നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് ഈ സമരത്തിൽ നിന്നും ദയവ് ചെയ്ത് നിങ്ങൾ പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമ്മളെല്ലാവരും കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും എല്ലാവരും വേസ്റ്റിന് ഒരു കാരണവശാലും 5 രൂപയിൽ കൂടുതൽ 1 രൂപ കൊടുക്കണ്ടെന്നും നമ്മൾ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം എല്ലാ മേഖലയിലുള്ള ആളുകളിലേക്കും നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമരം നടത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ AKRCMA എന്ന് പറയുന്ന ഓൾ കേരള റീറ്റെയിൽ ചിക്കൻ വ്യാപാരി ഏകോപന സമിതിയും ബൃഹത്തായിട്ടുള്ള സംസ്ഥാന തലം വരെ മുഴുവനായിട്ട് നീണ്ടു കിടക്കുന്ന ചിക്കൻ വ്യാപാരി ഏകോപന സമിതിയും ചിക്കൻ വ്യാപാരി സമിതിയും സംയുക്തമായിട്ടാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമരം വൻ വിജയത്തിലേക്ക് എത്തിയതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 10-12 ദിവസത്തോളമായിട്ട് പലവിധ പ്രയാസങ്ങളും അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏറ്റവും പ്രയാസകരാണെങ്കിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു സമരത്തിലേക്ക് പോയത്. നമ്മളതിന് ആദ്യം ആ സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മളെ വേലയ്ക്ക് ആർക്കും എന്തും ആവാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റി ഈ ഒരൊറ്റ സമരം കൊണ്ട് നമ്മൾ ഐക്യപ്പെട്ടു. നമുക്ക് എതിരെ വരുന്ന ഏത് വലിയ ശക്തിയാണെങ്കിലും അത് തിരുത്തിക്കാനും അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ആർജവവും ശക്തി നമുക്കുണ്ടെന്ന് തെളിയിച്ചതാണ് ഈ സമരം. ഈ ഒരു ഒരുമ നമ്മൾ മുമ്പേ അത് ആ സമയമൊക്കെ പോയി അത് പോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കോഴി വ്യാപാരിനെയും നെഞ്ചത്തേക്ക് കയറാൻ ആരെയും അനുവദിക്കുന്നില്ല. അതിന് പ്രതിരോധിക്കാൻ ശക്തരായിട്ടുള്ള ആളുകൾ ഈ ജില്ലക്കകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ് ഈ സമരം. മാത്രമല്ല ഈ റെൻഡറിംഗ് പ്ലാന്റുകാർ കേവലം ഒരു 10-15 ആളുകളാണ് നമ്മളൊരു 4500ഓളം വരുന്ന കച്ചവടക്കാർ അതിലെ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും നിന്നിരുന്നത്. അവരെ കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അവർക്കിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു. ഇത് അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി ചെറിയ സംഘടന അവരെന്താ വിചാരിച്ച് ഒരു സമരം പ്രഖ്യാപിച്ചാൽ കുറച്ച് ആളുകൾ അടക്കും, കുറച്ച് ആളുകൾ തുറക്കും, ഈ സമരം മുന്നോട്ട് പോകില്ല എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ധാരണകളൊക്കെ കാറ്റിൽ പറക്കും. നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നും നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട്. തുറന്ന ആളുകളെ അടപ്പിക്കാനും അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി നിന്നിട്ട് എവിടെയൊക്കെ വിളിച്ചാലും ആ ഭാഗത്തേക്ക് ഓടിയെത്താനുള്ള ആ സന്മനസ്സും കാണിച്ചുകൊണ്ട് നമ്മൾ ഒത്തൊരുമ തെളിയിച്ചിരിക്കുകയാണ്. ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് മുഖ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലമ്പൂരിൽ ഈ സമരത്തിന്റെ വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ ഏതാനും ആളുകൾ കുറെ ആളുകൾ പ്രവർത്തകര് ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് ഈ സമയം വരെയും ആ നിലമ്പൂരിൽ നിലകൊള്ളാണ് ആ വണ്ടികൾ അവിടെ തടഞ്ഞിട്ട്. അപ്പം അത് ആ സമരം അവിടുത്തെ ആവശ്യങ്ങൾ അവിടെ അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ബലം പിടിച്ചെന്നിരുന്ന ആവശ്യം ഒന്ന് ആ വണ്ടികൾ കസ്റ്റഡിയിലെടുക്കണം, രണ്ടാമത് കേസ് എടുക്കണം എന്നുള്ളതായിരുന്നു. ആ ആവശ്യങ്ങൾ വഴിക്കുകയാണെങ്കിലും പോലീസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും ഈ സമരം വലിയൊരു വിജയമാണ്. നമ്മളെ ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തിയ സമരം. കാരണം മീഡിയാസിൻ്റെയൊക്കെ നല്ലൊരു ശ്രദ്ധ നമ്മുടെ സമരത്തിനുണ്ടായിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയായാലും ഈ സമരം ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ പോലും നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. ADM-ഉം ലാസ്റ്റ് പോകുമ്പോൾ പറഞ്ഞ് ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ സമരം ഒന്ന് അവസാനിപ്പിക്കുക. കാരണം നമുക്കും ബോധ്യമുണ്ട്. കാരണം ഈ 2 ദിവസം കൂടി ഈ സമരം നീണ്ടുപോയാൽ നമ്മളെ ജില്ലക്കകത്ത് വലിയ ആഘോഷം നടക്കുന്നത്, നമ്മളെ ജില്ലക്കകത്തല്ല ഒരു സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷം നടക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിട്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ഒരു ആഘോഷത്തിന്
മാറ്റുകൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വികാസം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള നമ്മളെ പിന്നെ സമരം അത് വലിയ പ്രയാസം പൊതുജനങ്ങളുടെ ഇത് ഉണ്ടാവും. മാത്രമല്ല ജനങ്ങളും നമുക്കെതിരായി തിരിയും എന്നുള്ളൊരു പിന്നെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സമരം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. ഈ സമരം ഇപ്പോൾ ഇന്ന് പിന്നെ അധികാരികളെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് 5 രൂപ കൊടുത്താൽ മതി എന്നുള്ളത്. അതിൻ്റെ മേലൊക്കെ ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ പിന്നെ രീതിയിൽ നമുക്ക് പിന്നെ ഇതില്ലെങ്കിൽ നമ്മൾ ഇനിയും ആവശ്യമാണെങ്കിൽ ഇതിനേക്കാളും ശക്തിയോടെ മുന്നോട്ട് വന്ന് നമ്മളെ മുന്നിൽ മറ്റുള്ളവരെ മുട്ടുമടക്കിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ പിന്നെ സംയുക്ത സമര സമിതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ചിക്കൻ വ്യാപാരി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും അകമഴിഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.